പാലക്കാട് വിദ്യാർത്ഥികൾക്ക് നേരെ ലോറി പാഞ്ഞു കയറിയ അപകടം. യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാൻ മരിച്ചു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പാലക്കാട് മുണ്ടൂർ 9-ാം മൈലിലായിരുന്നു അപകടം. ആശുപത്രി മാലിന്യവുമായി പോവുകയായിരുന്ന ലോറി വിദ്യാർത്ഥികൾക്ക് നേരെ ഇടിച്ചു കയറുകയായിരുന്നു. പ്രജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. പ്രജിത്ത്, ദാരുണമായ സംഭവമാണ്, എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് നാടുനിരക്ക് ഈ അപകടം ഉണ്ടായിരുന്നത്. ഈ യുവക്ഷേത്ര കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതായത് പാലക്കാട് ഭാഗത്തു നിന്ന് ചെർപ്പളശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആശുപത്രി മാലിന്യം കയറ്റി പോവുകയായിരുന്ന ലോറി നിയന്ത്രണം തെറ്റി പള്ളി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെയും ഒരു പ്രദേശവാസിയുടെയും ദേഹത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഡിവൈഡറിൽ തട്ടിയാണ് വണ്ടി വന്നത്. പരിക്കേറ്റുന്ന 5 പേരോളം ഇപ്പോൾ പരിക്കുണ്ട്. പരിക്കേറ്റ വ്യക്തികളെ ജില്ലാ ആശുപത്രിയിലും സമീപത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിലുമാണ് ഉള്ളത്. ഇപ്പോൾ അതിലത്തെ ഒരു കുട്ടി മരണപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഡിഗ്രി 2-ാം വർഷ കുട്ടിയാണ് മുഹമ്മദ് ഫർഹാനാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. അത് ഒരു തിരക്കേറിയ ഒരു സ്ഥലമാണോ? നിരവധി കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ പള്ളിയിൽ നിന്ന് കടന്നു വരുന്ന സ്ഥലമാണ്, പ്രദേശമാണെന്ന് മനസ്സിലാകുന്നു. അതൊരു ജംഗ്ഷനാണ്, വലിയ തിരക്കൊന്നുമില്ല, 1 വേ റോഡുമാണ്. അതുമാത്രമല്ല, ഈ അപകടം നടക്കുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. അതിൽ വണ്ടിക്ക് ബ്രേക്ക് കിട്ടാത്തതായിരിക്കും അപകടം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമീപത്തൊക്കെ ആശുപത്രികളും മറ്റുമുണ്ടോ? ഈ അപകടത്തിൽപ്പെട്ടവരെ വളരെ വേഗം ചികിത്സയ്ക്കായി എത്തിക്കാനൊക്കെ കഴിഞ്ഞോ പ്രജിത്ത്? അപകടത്തിൽപ്പെട്ടത് മെയിൻ റോഡ് ആയത് കാരണം അപകടത്തിൽപ്പെട്ട കുട്ടികളെ ഒരു കുട്ടിയെ ഒലവക്കോടുള്ള ഹോസ്പിറ്റലിലേക്കും മറ്റു കുട്ടികളെ സമീപത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിലേക്കും ഒരാളെ ജില്ലാ ആശുപത്രിയിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഇപ്പോൾ പാലന ആശുപത്രിയിലാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. രഞ്ജിത്ത്, ഏതായാലും വലിയൊരു അപകടമാണ്. ഇപ്പോ ഒരു മരണം അല്ലേ? ഒരു മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരു മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന കുട്ടികൾക്ക് നേരെയാണ് മാലിന്യം കയറ്റിവന്ന ലോറി ഇടിച്ചു കയറിയത്. നിരവധി കുട്ടികൾക്ക് പരിക്കുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പാലക്കാട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. 4 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റത്. പാലക്കാട് മുണ്ടൂർ 9-ാം മൈലിൽ ആണ് ഈ അപകടം സംഭവിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ ലോറി. ടോമി ആൻ്റണി ടെലിഫോൺ ലൈനിലുണ്ട്, കോളേജ് പ്രിൻസിപ്പൽ കൂടിയാണ്. ശ്രീ ടോണി ആൻ്റണി, വളരെ ദാരുണമായൊരു സംഭവമാണ്. എന്താണ് താങ്കൾക്ക് ലഭിച്ച വിവരം? എനിക്കിപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള പള്ളിയാണ്, 9-ാം മൈലിലാണ് പള്ളി. ആ പള്ളിയിലേക്ക് കുട്ടികൾ പോയി തിരിച്ച് അത് കഴിഞ്ഞ ശേഷം കുട്ടികൾ റോഡ് ക്രോസ് ചെയ്ത് കടന്ന് പോരുന്ന സമയത്ത് ലോറി വന്ന് തട്ടി എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. അതിനുശേഷം അതിനകത്ത് പല ബാച്ചിലുള്ള 3-4 കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ തന്നെ ലോക്കലായിട്ടുള്ള ഒരാളും ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഒരു കുട്ടിയുടെ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും ഓൾറെഡി. ഡോക്ടർ ഈ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നോ? ആര്? ഈ ഡോക്ടർ എന്ന് പറയുന്ന ആള് കുട്ടികൾക്കൊപ്പം എങ്ങനെ ഡോക്ടർ അപകടത്തിൽപ്പെട്ടു എന്നാണോ? ഏത് ഡോക്ടർ? ആരുടെ കാര്യമാണ് പറഞ്ഞത്? ഡോക്ടറുടെ പേര് പറഞ്ഞതുപോലെ തോന്നി. എനിക്കറിയില്ല കേട്ടോ ഡോക്ടറുടെ കാര്യം. കുട്ടികൾ മാത്രമായിരുന്നു? കുട്ടികൾ മാത്രമാണ്. അവിടെ ലോക്കൽ ഒരാളുണ്ടെന്നായിരുന്നു. അവിടെ ലോക്കൽ ഒരാളും ആ പള്ളിയുടെ എന്റെ പരിസരത്തുണ്ടായിരുന്ന ഒരു പരിസരവാസിയും കൂടി ഇതിനകത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു കുട്ടിയാണ് മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു അല്ലേ? അതെ അതെ അതെ. ബാക്കി എല്ലാവരും ഇവിടെ 4 ഹോസ്പിറ്റലിലാണ്. ഞങ്ങളെല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സമീപത്തൊക്കെ ആശുപത്രികളൊക്കെ ഉള്ള സ്ഥലമാണോ? പാലക്കാട് ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെയാണ് കുറച്ച് പേര് പോയത്. പിന്നെയുള്ള അവര് 2 പേര് അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെയുള്ള ഓട്ടോറിക്ഷ സുഹൃത്തുക്കളെല്ലാരും ഉള്ളവരെയും കൊണ്ടല്ല അടുത്ത നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്കെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിനകത്ത് ഒരാള് ഇത്
അവിടെയാണ് സായി ഹോസ്പിറ്റലിലാണ് പോയത്. അതിനുശേഷമാണ് അവിടെ ഏകദേശം മരണം സ്ഥിരീകരിച്ചു. ഈ 4 കുട്ടികൾക്കാണല്ലേ? 4 കുട്ടികൾക്ക് പരിക്കുണ്ട്, അങ്ങനെയാണ് കേട്ടത്. അതെ അതെ. താങ്കൾ ഈ സ്ഥലത്തുണ്ടോ അതോ ഹോസ്പിറ്റലാണോ? ഞാൻ കോളേജിൽ തന്നെയാണ്, ഇവിടെ തന്നെയുണ്ട്. ബാക്കി വൈസ് പ്രിൻസിപ്പൽമാര് 2 ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടുണ്ട്. ഓഫീസ് സൂപ്രണ്ട് എല്ലാ ടീച്ചേഴ്സും എല്ലാ ഹോസ്പിറ്റലിലേക്കും പോയിട്ടുണ്ട്. ശരി ശരി, നന്ദി. ശരി. പ്രിൻസിപ്പളാണ് യുവക്ഷേത്ര കോളേജിന്റെ അവിടുത്തെ ഒരു കുട്ടിയാണ് അപകടത്തിൽ ഇപ്പോൾ മരിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ ഒന്ന് പ്രജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രജിത്ത്, ഇപ്പോൾ നമ്മളോട് പ്രിൻസിപ്പളാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ ലോക്കലിയുള്ള ഒരാൾ കൂടി ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടു ഈ കുട്ടികൾക്കൊപ്പം എന്നാണ്. മറ്റ് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ പ്രജിത്ത്? കൂടുതൽ എന്തെങ്കിലും വിവരമുണ്ടോ? കൂടുതൽ എന്തെങ്കിലും വിവരമുണ്ടോ? കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരുന്നതേ ഉള്ളൂ. ഒരു കുട്ടിയുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. അവരെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിലേക്ക്. ശരി. അപ്പം സമീപത്തൊരു ആശുപത്രി ഉണ്ടെന്ന് പറയുന്നു. അവിടെയും കുട്ടികളെ ആദ്യം പ്രാഥമിക ശുശ്രൂഷ കൊടുത്തു കാണും അല്ലേ? കോങ്ങാട് ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിലേക്ക് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ പരിക്കുകളൊന്നും ഗുരുതരമല്ല. ഈ ഒലവക്കോട് സായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കുട്ടിയാണ് ഇപ്പോൾ മരണം അടഞ്ഞിരിക്കുന്നത്. ആ കുട്ടിയെ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ദാരുണമായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് കോങ്ങാടാണ് ഈ സംഭവം ഉണ്ടായത്. പാലക്കാട് മുണ്ടൂർ 9-ാം മൈലിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ആശുപത്രി മാലിന്യവുമായി പോവുകയായിരുന്ന ലോറി വിദ്യാർത്ഥികൾ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഇടിച്ചു കയറുകയായിരുന്നു. ദാരുണമായ സംഭവത്തിൽ ഒരു കുട്ടി മരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 4 പേർക്ക് പരിക്കുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരികയാണ്. നമുക്കറിയില്ല കൂടുതൽ എന്തെങ്കിലും കാഷ്വാലിറ്റീസ് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു കുറച്ചുകൂടി വിവരങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ദാരുണമായ ഒരു സംഭവമാണ്. യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാൻ ആണ് മരിച്ചത് എന്ന വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നത്. നാല് പേർക്കാണ് ഗുരുതരമായി ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, പാലക്കാട് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു. കുട്ടികൾക്ക് നേരെയാണ് ഈ മാലിന്യ ലോറി ഇടിച്ചു കയറിയത്. എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? 4 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരാൾ മരിച്ചു. മറ്റെന്തെങ്കിലും വിവരമുണ്ടോ? രഞ്ജിത്ത്, അങ്ങേയറ്റം ദാരുണമായ ഒരു അപകടം തന്നെയാണ് പാലക്കാട് ഉണ്ടായിരിക്കുന്നത്. ആശുപത്രി മാലിന്യങ്ങൾ സംഭരിച്ച് സംസ്കരിക്കുന്ന ഒരു കേന്ദ്രം പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ മാലിന്യം സംഭരിച്ചു പോവുകയായിരുന്ന ലോറിയാണ് ഈ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 4 വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ സാരമായ പരിക്കേറ്റിരിക്കുന്നത്. മുണ്ടൂരിലെ യുവനക്ഷത്ര എന്ന കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു ഇവർ. ഇതിൽ ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു. മുഹമ്മദ് ഫർഹാൻ എന്ന ആളാണ് മരിച്ചിരിക്കുന്നത്. ആ വിദ്യാർത്ഥിക്ക് അതിമാരകമായ പരുക്കുകൾ തന്നെ പറ്റുകയും വളരെ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. മറ്റു കുട്ടികളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.